ഈ പിണറായി വിജയൻ മൂന്നാമത് അധികാരത്തിൽ വരുന്നത് തോന്നണ്ടോ? സംശയമാണ്. അത് ഭയങ്കര ഒരു ചോദ്യചിഹ്നമാണ്. എന്താണ് അങ്ങനെ വരില്ലെന്ന് തോന്നാനുള്ള ഒരു കാരണം? കാരണം 2020 സമയത്ത് അത്യാവശ്യം കൊറോണയൊക്കെ വന്ന സമയത്ത് നമ്മളെ ഒരുപാട് സഹായിച്ചിട്ടുള്ളത്. ഞാൻ മുമ്പ് കൊടുത്ത ഇൻ്റർവ്യൂവിൽ അത് തന്നെ പറഞ്ഞത്. കാരണം അതിൻ്റെ അകത്ത് നിൽക്കുന്ന അണികൾ, ശക്തമായിട്ട് നിൽക്കുന്ന അണികളുടെ ആ ഒരു ആത്മാർത്ഥമായ പ്രയത്നം ആ രാഷ്ട്രീയം മാത്രമല്ല, എല്ലാ രാഷ്ട്രീയക്കാരും നല്ല രീതിയിൽ അതിൻ്റെ അകത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ 2021 തൊട്ട് ഭയങ്കര മോശം സാധാരണക്കാരനുള്ള ജീവിക്കാൻ പറ്റാത്ത കുറച്ച് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വിലക്കയറ്റമാണെങ്കിലും പിന്നെ എന്താ പറയുക, നിയമപരമായിട്ടുള്ള പല കാര്യങ്ങളും പലർക്കും വിഷമം തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ വികസനങ്ങൾ വന്നിട്ടുണ്ട് തോന്നിയിട്ടുണ്ട് ഈ ഒരു 7-8 കൊല്ലത്തിന് എന്തെങ്കിലും വികസനങ്ങൾ പുതിയതായിട്ട് വന്നതായിട്ട് നിങ്ങൾക്ക് അറിവുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, വികസനം എന്ന് പറഞ്ഞാൽ പണ്ട് ഇവർ എന്താ പറയുക, വേണ്ട ഇത് ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞ പല കാര്യങ്ങളുമാണ് ഇന്ന് പലതും. ഞാൻ എന്ന് പറഞ്ഞ പോലെ തന്നെ സീപ്ലെയിൻ ഉണ്ട്. പിന്നെ ഈ എയർപോർട്ട് ഫസ്റ്റ് വേറെ ആളാണല്ലോ ചെയ്ത് കൊണ്ടുവന്നത്. അപ്പം ചില കാര്യങ്ങൾക്ക് എതിര് നിന്നെങ്കിലും ഇപ്പം അത് കൊണ്ടുവരുന്നുണ്ട്. വികസനം എന്താ പറഞ്ഞാൽ ലൈഫ് പദ്ധതിയിലൂടെ കുറച്ച് വീടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിലും അതും കൂടുതൽ പിടിപാടുള്ള ആൾക്കാർക്കാണ് കിട്ടിയിട്ടുള്ളത്. അത് എനിക്ക് പേഴ്സണലായിട്ട് എനിക്കറിയാം. ഇപ്പം തീരെ എത്ര പാവപ്പെട്ടവരാണെങ്കിലും ഇച്ചിരി എന്താ പറയുക, ബന്ധങ്ങളുള്ള ആൾക്കാർക്കാണ് അത്യാവശ്യം വീട് കൊടുത്തിട്ടുള്ളത്. ഇപ്പോഴും വീടില്ലാതെ മഴ നനഞ്ഞ് കിടക്കുന്ന ഒരുപാട് പാവപ്പെട്ട ജനങ്ങളുണ്ട്. സത്യത്തിൽ ഒരുപാട് പൈസയൊക്കെ മുക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ? ഈ ഒരുപാട് വിമർശനം, ഇപ്പോൾ വയനാട് ഇഷ്യൂ ആയാലും പല സംഭവങ്ങൾ വന്നാലും പൈസ ഒരുപാട് മുക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ ഈ ഒരു ഗവൺമെൻറ്? അതിപ്പം ചക്രക്കുടത്തിൽ കയറ്റിട്ട് ആരും നക്കാതിരിക്കത്തില്ലല്ലോ. ഇവിടുത്തെ കേരളത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു 10 കോടി രൂപയുടെ ഒരു പ്രൊജക്റ്റ് തയ്യാറാക്കിയാൽ അത് ഇവിടെ 10 കോടി എന്ന് തന്നെ പറയും. എന്നിട്ട് അതിൽ നിന്ന് ഇപ്പം 2-3 കോടി അവർ ആവശ്യത്തിന് എടുത്തു കഴിഞ്ഞാൽ പകുതി കാര്യങ്ങൾ നടക്കാതായിപ്പോൾ. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് അവർ 10 ആയിരിക്കും അവരിട്ടേക്കുന്ന ഒരു എസ്റ്റിമേറ്റ്. അവർ പബ്ലിക്കായിട്ട് 20 കോടി എന്ന് പറയും, എന്നിട്ട് 10 കോടി അവർ വീതിച്ചെടുക്കും. ആ രീതിയിലൊക്കെ ആൾക്കാർ പറഞ്ഞ് കേട്ടിട്ടുള്ള രാഷ്ട്രീയത്തിലുള്ളവർ. അതാണ് ഇവിടുത്തെ വ്യത്യാസം. വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഒരു കഥയുണ്ട്. പണ്ടൊരാൾ ഇതേപോലെ വെളിരാജ്യത്ത് പോയപ്പോഴത്തേക്കിനും ഇവിടുന്ന് ഒരാളുണ്ട്, കേരളത്തിലെ ഒരാളുണ്ട്. ഇത് കഥയായിട്ട് എടുക്കുക, അങ്ങനെ എടുത്താൽ മതി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ആളെ വീട് കണ്ടിട്ട് പറഞ്ഞു, ഇത് താനെങ്ങനെ ഒപ്പിച്ചെന്ന് പറഞ്ഞു. വരുന്ന വഴിക്ക് ഒരു പാലം കണ്ടില്ലേ, ആ പാലത്തിൽ നിന്ന് ഒരു 10% ഞാൻ എടുത്തിട്ടാ ചെയ്തതെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ വർഷങ്ങൾക്ക് ശേഷം അയാൾ ഇവിടെ വന്നപ്പം അയാളെക്കാട്ടി വലിയ വീട് ഈ രാഷ്ട്രീയക്കാരൻ വെച്ചേക്കുന്നു. അപ്പം താൻ ഇതെങ്ങനെ ഒപ്പിച്ചെന്ന് ചോദിച്ചു. താൻ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ അവിടെ ഒരു കല്ലിട്ടേക്കുന്നത് കണ്ടില്ലേ, അതിൽ നിന്ന് 90% ഞാൻ എടുത്തിട്ട് ചെയ്യുന്നത്. അതാണ് ഇവിടുത്തെ വ്യത്യാസം, വികസനങ്ങളെ വ്യത്യാസം അതാണ്. മനസ്സിലായോ? പൈസ എടുക്കുന്നതിനാരും ഒന്നും പറയില്ല, എടുക്കാതിരിക്കത്തില്ല, എടുക്കും. പക്ഷെ ഒരുപാട് എടുക്കുമ്പോഴാണ് ആൾക്കാർ ഒരുപാട് ആൾക്കാർക്ക് സഹായം കിട്ടേണ്ടതാണ്. ഒരുപാട് ആൾക്കാരുടെ പേരിൽ കിട്ടുന്നുണ്ട്, അതൊക്കെ പോകുന്നുണ്ട്. ഒരു കുടുംബത്തിൽ പലർക്കും പല സ്വഭാവമാണല്ലോ. അപ്പോൾ എല്ലാ രാഷ്ട്രീയത്തിലും നല്ലവരുണ്ട്, മോശക്കാരും ഉണ്ട്. അങ്ങനെയാണ്.